സ്നേഹബഹുമാനപ്പെട്ട പ്രവിധാന നിവാസികളെ, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രതിഷേധ പരിപാടി എന്ന നിലയിൽ പിണറായി വിജയൻ കിറ്റ് നൽകി ഭരണത്തിലേറിയ പിണറായി വിജയൻ മാവേലി സ്റ്റോറിനെ കട്ടുമുടിച്ച പിണറായി വിജയനെതിരെ പ്രതിഷേധമെന്ന നിലയിൽ 140 നിയോജക മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി ഇന്ന് പ്രതിഷേധിച്ചു വരികയാണ്. ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് പാലാ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രവിധാനം കവലയിൽ ഈ സപ്ലൈകോയ്ക്ക് മുമ്പിൽ, ഈ മാവേലി സ്റ്റോറിന് മുമ്പിൽ പാലായിലെ ആം ആദ്മി പ്രവർത്തകർ വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, എന്നാൽ ആ കിറ്റിന്റെ ഫലമനുഭവിച്ച് ഭരണത്തിലേറിയെങ്കിലും ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലേക്ക് അഴുത്തിക്കൊണ്ട് സപ്ലൈകോയെ കാലിയാക്കുന്ന ഒരു നടപടിയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾ വിലക്കയറ്റം മൂലം നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ തൊട്ടാലും വിലക്കയറ്റമാണ്. ഭക്ഷണ സാധനങ്ങൾക്ക് വിലക്കയറ്റം, പെട്രോളിനും ഡീസലിനും വിലക്കയറ്റം, ഗ്യാസിന് വിലക്കയറ്റം, സകലവിധ സാധന സാമഗ്രികൾക്കും വിലക്കയറ്റം. ഇങ്ങനെ നാട് മുഴുവൻ സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും ആകാത്ത നിലയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്കറിയാം, ഈ നാട്ടിലെ ഭക്ഷ്യവിലകളിലെ വിലവർദ്ധനവിനെ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ അല്ലെങ്കിൽ മാവേലി സ്റ്റോർ എന്ന സംവിധാനം കേരളത്തിൽ നടപ്പാക്കി വന്നിരിക്കുന്നത്. ഈ മാവേലി സ്റ്റോർ വഴി 13 ഇനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ സർക്കാർ സാധനങ്ങൾ നൽകി വന്നിരുന്നു. എന്നാൽ നമുക്കറിയാം, കുറച്ചു നാളുകളായി സബ്സിഡി സാധനങ്ങൾ യാതൊന്നും തന്നെ ഈ 13 ലഭിക്കാത്ത അവസ്ഥയാണ്. ഇന്ന് എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു ആശ്വാസമായിരുന്ന സപ്ലൈകോ ഇന്ന് അടച്ചുപൂട്ടലിന്റെ അവസ്ഥയിലാണ്. ഇവിടെ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ്. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത അവസ്ഥയിൽ നാട് നീളെ AC ബസ്സിൽ നാട് നീളെ ചുറ്റി സഞ്ചരിക്കുകയും അമേരിക്കയിലും യൂറോപ്പിലും യാത്ര ചെയ്ത് വിലസിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യത്തിനെതിരെ ജനങ്ങളെ വകവയ്ക്കാതെയുള്ള, ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടുന്ന സേവനങ്ങൾ ലഭ്യമാക്കാതെ ജനങ്ങളെ കൂസാതെയുള്ള ഈ ഭരണത്തിനെതിരെ, ഈ ഭരണ പരാജയത്തിനെതിരെ ആം ആദ്മി പാർട്ടി ഇന്ന് ശബ്ദമുയർത്തുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പ്രവിധാനത്തെ സപ്ലൈകോയുടെ മുമ്പിൽ പിണറായി വിജയന് കിറ്റ് കൊടുത്തുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വള്ളരിങ്ങാട്ട്, അദ്ദേഹം ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വനിതാ വിങ്ങിന്റെ നേതാവ് ശ്രീമതി ഫാത്തിമ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജക മണ്ഡലത്തിലെ നിരവധിയായ പ്രവർത്തകർ ഈ യോഗത്തിലേക്ക് പ്രതിഷേധമറിയിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഏവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്ത് അധ്യക്ഷ പ്രസംഗം പറയുന്നതിനായിട്ട് പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ബിനു മാത്യൂസിനെ ക്ഷണിച്ചുകൊള്ളുന്നു.